ഓം നമഃശിവായ. നാം ഇന്ന് ജ്യോതിഷത്തിനെക്കുറിച്ച് പറയുന്നത് എട്ടാം ഭാവം കൊണ്ടാണ്. എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖംകാൽ, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ നിൽക്കുന്നത്. ആ എട്ടാം ഭാവം കൊണ്ട് നമ്മൾ പറയുമ്പോൾ സർവപ്രനാശവും വിപനോപവാദവും ഹേതുപ്രദേശവും മരണസ്യദാസ മഠാധികം വേശ്മ ഗതച്ഛ വിഘ്ന വിചന്തനീയം പുനരഷ്ടമസ്ഥാൾ. സകലവിധ വസ്തുക്കളുടെയും നഷ്ടം, നാശം, അതുപോലെ തന്നെ അപവാദം, മരണം, ദാസ്യം, ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം തന്നെ ചിന്തിക്കുന്നത് എട്ടാം ഭാവം കൊണ്ടാണ്. എന്നാൽ ആ എട്ടാം ഭാവത്തിൻ്റെ 7-ൽ വ്യാഴമാണ് നിൽക്കുന്നത്. വൃശ്ചികം രാശിയുടെ 7-ൽ ഇടവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ സർവദോഷങ്ങളെയും ഇവർക്ക് അകറ്റിക്കളയും. ഈ നാളുകാർക്ക്, അതായത് വിശാഖംകാൽ, അനിഴം, തൃക്കേട്ട നാളുകാരുടെ ഇപ്പോഴുള്ള ദോഷങ്ങളെല്ലാം തന്നെ മാറ്റുവാൻ സർവശക്തനായിട്ടുള്ള ഈശ്വരൻ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും മംഗളമായി നടത്തുവാൻ സാധിക്കും. അതായത് 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ സർവേശ്വരാണാം ദൃഷ്ണേന്തി നിത്യം സാന്നിധ്യമസ്മാ ദൃഷ്ണാനുകൂലേ പ്രായാനുകൂലേ സകലാച്ഛദേവ തൽപ്രതികൂലേ സകലാനുകൂലേ. വ്യാഴം 7-ാം ഭാവത്തിൽ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് സർവ ഈശ്വരന്മാരും അവർക്ക് അനുകൂലമായിരിക്കും. എന്നാൽ വ്യാഴം അനുകൂലമല്ല എങ്കിൽ സർവ ഈശ്വരന്മാരും അവർക്ക് അനുകൂലമല്ലായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ഇവരുടെ 4-ാം ഭാവം എടുക്കുക. 4-ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു. കുംഭം രാശി ശനി നിൽക്കുന്നു. അവിടെ ഇന്ന് ഗുളികനും നിൽക്കുന്നു. ആ ഗുളികനെ കൊണ്ട് നോക്കുമ്പോൾ ഇവർക്ക് വീടിന് ദോഷമുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. വീടിൻ്റെ ദോഷമെന്ന് പറയുന്നത് അതിൽ ആ ഗുളികനും ശനിയും കൂടി നോക്കുമ്പോൾ അവർ പണ്ട് ഏതോ ആരാധനാമൂർത്തികളെ ആരാധിച്ചിരുന്നു. അവർക്ക് പാരമ്പര്യമായിട്ട് ഒരു ആരാധന ഉണ്ടായിരുന്നുവെന്നും ആ ആരാധനാമൂർത്തികളെ അവർ ആരാധിച്ചിരുന്നു എന്നും ചിന്തിക്കണം. അപ്പോൾ ആ മൂർത്തികൾക്കെല്ലാം തന്നെ എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ അതിനുള്ള ആനുകൂല്യങ്ങളൊന്നും അഥവാ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് ആ വീടിന് ചെറിയ ചെറിയ ദോഷങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആ ഗുളികന് അടുത്ത് ശുക്രനുമായിട്ട് ബന്ധമുണ്ട്. ശുക്രനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നമ്മൾക്ക് പറയുവാൻ സാധിക്കുന്നത് എന്താണ്? അവിടെ പണ്ട് ഒരു ആരാധനാമൂർത്തികളെ, ബ്രഹ്മരക്ഷസ് പോലുള്ള ആരാധനാമൂർത്തികളെ അവർ ആരാധിച്ചിരുന്നു എന്നും അതിപ്പോൾ നടക്കുന്നില്ല, അതുകൊണ്ട് ആ വീടിന് ദോഷം സംഭവിക്കുവാൻ പോകുന്നു എന്നുമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി 9-ാം ഭാവം എടുക്കുക. ഇവരുടെ ഭാഗ്യസ്ഥാനമാണ് 9-ാം ഭാവം. 9-ാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത്. കർക്കിടകം രാശി. ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നു. അതുകൊണ്ട് ആത്മശംഭുരിതാഹൃതോ അഖിലേ ഗൃഹേഷർക്കോ യതിദ്വന്ദവേ ത്രേക്കാണോ പ്രഥമേ ഗുഹേ അത്ര ഗതിതോ വിഘ്നേശ്വരോ മധ്യമേ ദുർഗാ ശീതകരോ ബലീസ വിവല കാളീസ ഏവാവില കാളി ചാമുണ്ഡി പ്രഥമാദ്യമോ ഗുണയുഷോ ഭൗമാലയസ്തോ ഗയ. അപ്പോൾ നമുക്ക് ആ ആദിത്യനെ കുറിച്ച് നോക്കാം. ആദിത്യൻ എല്ലാ രാശിയിലും നിൽക്കുന്ന ആദിത്യനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അത് ശിവനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ മധ്യതിരേക്കാണത്തിൽ നിൽക്കുന്ന ആദിത്യനാണെങ്കിൽ അത് ഗണപതിയാണ്. ആ പ്രഥമ തിരേക്കാണത്തിൽ നിൽക്കുന്ന ആദിത്യൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല, അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ബലവാനായിട്ടുള്ള ചന്ദ്രനാണ് നിൽക്കുന്നത്. ദുർഗാ ശീതകരു ബലീസ വിവല കാളീസ യവാബല. അതായത് ബലവാനായിട്ടുള്ള ചന്ദ്രനെ നമ്മൾ ദുർഗാദേവി എന്നും ബലഹീനനായിട്ടുള്ള ചന്ദ്രനെ നമ്മൾ ഭദ്രകാളിയുമായിട്ടാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക്
ഏറ്റവും ദുർഗാദേവിയുടെ ഒരു അനുഗ്രഹവും ഈ സന്ദർഭത്തിൽ അവർക്ക് അനുകൂലമായി ഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സകലവിധ ദോഷങ്ങളും മാറി എല്ലാവിധ കാര്യസാധ്യതകളും ഇവർക്ക് നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് വിശാഖംകാൽ അനിഴം തൃക്കേട്ട ഇവരെന്ന് പറയുന്നത് വൃശ്ചികക്കൂറാണ്. ആ വൃശ്ചികക്കൂറെന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ വീടിന് മാത്രം ഒരല്പം ദോഷമുണ്ട്. ആ ദോഷം മാറ്റുന്നതിന് വേണ്ടുന്ന എന്താണ് ചെയ്യേണ്ടത്? അത് ബ്രഹ്മരക്ഷത്തിന് തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം നടത്തുക. അതുപോലെ തന്നെ അത് വടക്കോട്ടോ പടിഞ്ഞോട്ടോ ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷത്തിന് തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം നടത്തി കഴിയുമ്പോൾ ആ ദോഷങ്ങളെല്ലാം തന്നെ നടക്കും. അത് 9 വെള്ളിയാഴ്ചയാണ് നടത്തുക. കാരണം ബാധാരാശി 9ആണ്. 9ൽ നിൽക്കുന്നതാണ് ചന്ദ്രൻ. ആ ബാധകാധിപനായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദോഷമുള്ളതുകൊണ്ട് അവർക്ക് ആ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം നൽകിക്കഴിഞ്ഞാൽ ആ ദോഷങ്ങളെല്ലാം തന്നെ മാറുമെന്ന് ശ്രമിക്കുകയും അവർക്ക് കുടുംബജീവിതം ഭദ്രമായി പോവുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പര്യവസാനിക്കുന്നു. എല്ലാവർക്കും നന്മയും മംഗളങ്ങളും നേരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.